അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലെ ജയിലിലാണ് എന്നുള്ള കാര്യം ശ്രുതിയുടെ ഇളയച്ഛൻ വന്നിട്ട് വീട്ടിലെല്ലാവരോടും പറയുന്ന ആ സീനൊക്കെ കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതറിഞ്ഞതിന് ശേഷം ചന്ദ്രമതി ആകെ ദേഷ്യത്തിലാണ് കേട്ടോ. വരാനുള്ള സൗഭാഗ്യത്തിനെ അടച്ചുപൂട്ടി വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഹോളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ ദേഷ്യം വന്നിട്ട്. അപ്പോൾ അവിടേക്ക് രവീന്ദ്രൻ വരുന്നുണ്ട്. രവീന്ദ്രൻ വന്നിട്ട് പറയാണ്, ചന്ദ്രൻ നീ എന്തിനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, എങ്ങനെ രവിയേട്ടാ ഞാൻ ഇരിക്കുക, വീട്ടിലുള്ള സൗഭാഗ്യത്തിന് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു, വരാനുണ്ടായിരുന്ന സൗഭാഗ്യത്തിന് ഇപ്പം അടച്ചു പൂട്ടി വെച്ചിരിക്കുക, ഇനിയിപ്പോൾ എനിക്ക് ഒരു സമാധാനവും ഇല്ല, ബാക്കിയുള്ള അഴുക്കും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയാൻ കേട്ടോ. ആർക്കും വേണ്ടാത്തതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, വേണ്ടതൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ രേവതീനെ വിളിച്ചിട്ട്, മോളെ എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രന് വെള്ളം കൊണ്ടുവരുന്ന അതേ സമയത്ത് രേവതി ചന്ദ്രമതിക്ക് ചായയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവീന്ദ്രന് വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ട് ചന്ദ്രമതിക്ക് അമ്മ ഇതാ ചായ എന്ന് പറഞ്ഞിട്ട് രേവതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിന്നോട് ഇപ്പോൾ ആരാ ചായ ചോദിച്ചത്? ഞാൻ ചോദിച്ചോ? അല്ല അമ്മ ഈ സമയത്താണല്ലോ ചായ കുടിക്കൽ, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് അവൾ പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ രേവതിയുടെ കയ്യിൽ നിന്ന് ആ ചായ ഗ്ലാസ് തട്ടി വീഴ്ത്തിയിട്ട് ചന്ദ്ര പറയും, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ രണ്ടുപേരും കാരണമാണ് ഇവിടെ ഒന്നും നടക്കാത്തത്, എല്ലാ സൗഭാഗ്യങ്ങളും എൻ്റെ കൈവിട്ട് പോവുകയാണ്, എന്നിട്ട് നീ മാത്രം ഇവിടെ എപ്പോഴും ഉണ്ട് എന്ന് പറയാണ്. ഈ വീട്ടിലെ മഹാലക്ഷ്മി പോയി, വരാനുണ്ടായിരുന്ന സൗഭാഗ്യത്തിനെ അടച്ചു പൂട്ടി വെച്ചു, ഇനി എനിക്കൊന്നും കിട്ടാനില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്താ അവളോട് പറയുന്നത്? വീട്ടിലെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പണം കൊണ്ടുവരുന്ന ആളല്ല, വീട്ടിലെ സൗഭാഗ്യവും ഐശ്വര്യവും ഒക്കെ നിലനിർത്തുന്ന ആൾക്കാരെയാണ് മഹാലക്ഷ്മി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ വീട്ടിലെ മഹാലക്ഷ്മി എവിടേക്കും പോയിട്ടില്ല എന്ന് പറയാണ്. അപ്പം ഇത് കേട്ട് വരുന്ന സച്ചി പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ട് ഈ വീട്ടിലെ മഹാലക്ഷ്മി നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു പൂക്കടയൊക്കെ വെച്ചിട്ട് അവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറയാണ്. അല്ല, അമ്മയുടെ കണക്കിൽ മഹാലക്ഷ്മി എന്ന് പറയുന്നത് അമ്മയ്ക്ക് പൈസ വാരിക്കോരി കൊടുക്കുന്നവരും പൈസ കൊണ്ടുവരുന്ന പണക്കാരുമാണ് നമ്മുടെ മഹാലക്ഷ്മികൾ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതേടാ അങ്ങനെ തന്നെയാണ്, നീ കാരണം വർഷമോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അങ്ങനെ ആ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ശ്രുതിയുടെ അച്ഛൻ ഇങ്ങോട്ട് വരാതിരുന്നത്. അയാൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ജയിലിലാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. എല്ലാം നിങ്ങൾ കാരണം. എന്നിട്ടിപ്പോൾ ആർക്കും വേണ്ടാത്ത ഇവൾ മാത്രം എവിടെ ഉണ്ട്, ദാരിദ്ര്യം പിടിച്ചത്, അത് മാത്രം എവിടേക്കും പോകുന്നില്ല, ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്താ നീ പറയുന്നതിനൊക്കെ ഒരു അതിരുണ്ട് കേട്ടോ ചന്ദ്ര, അത് നീ ശ്രദ്ധിക്കണം. എന്ത് വർഷ അങ്ങനെ പോയിച്ചാൽ അത് വർഷയുടെ കൂടി തെറ്റാണ്. ഇപ്പോൾ രേവതീനെ നീ എന്തൊക്കെ പറയുന്നുണ്ട്, രേവതിയും സച്ചിയും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും രേവതി ഇവിടുന്ന് പറയാതെ അവളുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടോ? ഒരഹങ്കാരം അവൾ കാണിച്ചിട്ടില്ല. വർഷം അങ്ങനെയാണോ ചെയ്തത്? അവർ തമ്മിൽ നമ്മൾ അവിടെ ഉണ്ടായ പ്രശ്നം ഒന്ന് നേരെ മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് നാലാളോട് അന്വേഷിക്കാനോ ഒന്നും അവൾ തയ്യാറായില്ല. അവൾ കണ്ട കാര്യം മാത്രമാണ് സത്യം എന്ന് വിചാരിച്ചിട്ടല്ലേ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്. നമ്മളൊക്കെ അവളെ വിളിച്ചില്ലേ, എന്നിട്ട് അവൾക്ക് വരാൻ വയ്യല്ലോ, അതിന് നീ എന്തിനാ രേവതിയുടെ പുറത്ത് കയറുന്നത് എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി ഒന്നും പറയാണ്ട് നിൽക്കുകയാണ് കേട്ടോ. എനിക്കൊന്നും കേൾക്കണ്ട എന്ന് ചന്ദ്ര പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട, വരാനുള്ള സൗഭാഗ്യത്തിന് അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതായത് ശ്രുതിയുടെ അച്ഛനും ജയിലിലായല്ലോ, അതും കൂടി ഇപ്പോൾ ചന്ദ്രയ്ക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ചന്ദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി വരുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി പറയുന്നതിലും കാര്യമുണ്ടെങ്കിൽ സച്ചിൻ രേവതി അന്ന് ആ ഫംഗ്ഷന് വന്നിട്ടില്ലായിരുന്നെങ്കിൽ വർഷം ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമായിരുന്നില്ലേ? ആൻറ്റി എത്ര പ്രാവശ്യം പറഞ്ഞു ഇവനെ കൊണ്ടുവരണ്ടാന്ന്, എന്നിട്ടും അങ്കിള് കാരണമല്ലേ അവൻ വന്നത് എന്ന് പറയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്തത്, അവനില്ലാത്തൊരു ഫംഗ്ഷന് ഞാനും വരില്ല എന്ന് പറഞ്ഞു, എന്നിട്ടും അവനവിടെ സമാധാനപരമായിട്ടല്ലേ നിന്നത്, അവസാനം അയാൾ കാരണമല്ലേ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അയാൾക്ക് ഒരു മര്യാദയോ പെരുമാറ്റമോ ഒന്നും അവിടെ ഉണ്ടായില്ലല്ലോ, നമ്മളെന്തോ താഴ്ന്ന ആൾക്കാരെന്ന രീതിയിലല്ലേ അവർ പരിഗണിച്ചതും അവരങ്ങനെയൊക്കെ പറഞ്ഞതും, അതൊക്കെ നിങ്ങളും കേട്ടതല്ലേ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ ക്ഷമിക്കണമായിരുന്നു അങ്കിൾ, അവർ പണക്കാരല്ലേ, വർഷയ്ക്ക് എത്ര നാണക്കേട് ഉണ്ടായിട്ടുണ്ടായിരിക്കും അവളുടെ ഇത്രയും കുടുംബക്കാരുടെ മുന്നിൽ വെച്ച് സച്ചി അവളുടെ അച്ഛനെ അടിച്ചപ്പോൾ, ആ ഒരു വിഷമം കാരണമല്ലേ അവൾ വരാതിരുന്നിട്ടുണ്ടായിരിക്കും, അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കുക, അവളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ അങ്കിൾ, സച്ചിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവൻ്റെ ഭാഗത്ത് തന്നെ തെറ്റ്, ഈ നശിച്ചോൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ വീട്ടിൽ ഒരു സൗഭാഗ്യവും വരാത്തത്, ഇല്ലെങ്കിൽ ഒരു
ശ്രുതിയുടെ അച്ഛൻ കോടിക്കണക്കിന് പൈസയും കൊണ്ട് ഇങ്ങോട്ട് വരേണ്ടതാ, അതും മുടങ്ങി. ഉണ്ടായിരുന്ന സൗഭാഗ്യം ഇറങ്ങിയും പോയി. ഒക്കെ ഇവള് കാരണമാണ്. ഇവള് മാത്രം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവള് എന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു അന്നേ ഈ വീട് നേരാവുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രേവതി പറയുന്നു, ഒന്ന് നിർത്തുന്നുണ്ട് അമ്മേ, ഞാൻ എന്ത് ചെയ്തിട്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? സച്ചി അന്ന് വർഷം ദേഷ്യം പിടിച്ച് പോയത് ഇപ്പം ഞങ്ങൾ കാരണമാണോ? ഞങ്ങൾ എത്ര മയത്തിൽ അവളോട് സംസാരിച്ചിട്ടോ? അയാളല്ലേ, അവളുടെ അച്ഛനല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? എന്നിട്ട് അതും ഇപ്പം എൻ്റെ മണ്ടയിലാ? നിങ്ങളൊന്നും അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഒന്നും ശ്രമിച്ചില്ലല്ലോ. എന്നിട്ട് ഞാൻ അവളെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് അവൾക്ക് ബോധ്യപ്പെടുമ്പോൾ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരും. അല്ലാണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കാനോ സംസാരിക്കാതിരിക്കാനോ ഒന്നും പോയിട്ടില്ല. സംസാരിക്കാതിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അവളെ നേരിട്ട് പോയി അവളുടെ സ്റ്റുഡിയോയിൽ പോയി കണ്ടു. അവളോട് എല്ലാ കാര്യങ്ങളും ബോധിപ്പിച്ചിട്ടുണ്ട്. ശ്രീകാന്തിനോടും പറഞ്ഞിട്ടുണ്ട്. സച്ചിയേട്ടനും ശ്രീകാന്തിനെ പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു നല്ല തീരുമാനത്തിലെത്തി ഇങ്ങോട്ട് വരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അമ്മ ഇത് പറയരുത്, ഞാനൊന്നും ചെയ്തില്ല, ഞങ്ങൾ കാരണമാണ് അവൾ പോയത്, അവൾ പോയ പോലെ പൊയ്ക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അവൾ പോകണമെന്ന് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. കാരണം അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കൂടി കാരണക്കാരി ഞാനാണ്. ഞാൻ അവളെ പോകണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല. പിന്നെ പണത്തിനോടും പ്രശസ്തിയോടും ആഡംബരത്തിനോടൊന്നും എനിക്ക് അമ്മയുടെ പോലെ താല്പര്യമില്ല. ഞാൻ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. അതേപോലെ മോഷ്ടിക്കാനോ ആരുടെയും സ്വത്ത് അപഹരിക്കാനോ ഒന്നും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അതൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. അങ്ങനെ ഒരു കാര്യം എൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചപ്പോൾ സച്ചിയേട്ടന് ദേഷ്യം വന്നു. അതിൽ സച്ചിയേട്ടൻ അയാളെ അടിച്ചു. അത് അത്രയും സച്ചിയേട്ടൻ ക്ഷമയോടെ പറഞ്ഞിട്ടും ആൾക്ക് മനസ്സിലാവാത്ത കാര്യത്തിനാണ് സച്ചിയേട്ടൻ അങ്ങനെ ചെയ്തത്. അതൊക്കെ സംഭവിച്ചു. വർഷയോട് പറയുന്ന പോലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ഞങ്ങളെപ്പോഴും പറ്റുള്ളൂ. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് അവളാണെന്ന് പറയുകയാണ്. ഇനി ഇതും പറഞ്ഞ അമ്മ എന്നെ കുത്തി നോവിക്കാൻ വരണ്ട പറഞ്ഞിട്ട് രേവതി പോവുകയാണ്. അപ്പോൾ സച്ചിക്കും വിഷമമായിട്ട് സച്ചിൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ, അവൾ നേരിട്ട് പോയി വർഷേനെ പോയി കണ്ട് സംസാരിച്ചിരുന്നു. നിങ്ങൾ ആരെങ്കിലും അത് ചെയ്തോ? ഇല്ലല്ലോ. അപ്പോൾ ഈ വീട്ടിലേക്ക് വർഷം തിരിച്ചു വരണം എന്നുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾ അവളും കൂടിയാണ്. ശ്രീകാന്തിനെ സച്ചിൻ പോയി കണ്ടിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തെറ്റ് വന്നു, അത് അവർ തിരുത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുള്ളൂ. ഇനി മേലെ അവർ വന്നില്ല എന്ന് നീ ഇവിടെ പറയരുത്. അവർ വരാൻ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ വരാൻ സൗകര്യമുള്ളപ്പോൾ വരട്ടെ. അല്ല അവർ അവിടെ തന്നെ നിൽക്കുകയാണെന്ന് വെച്ചാൽ അവിടെ തന്നെ നിന്നോട്ടെ. ഇനി മേലാൽ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. കേട്ടല്ലോ ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ എണീച്ചു പോവുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ ഒരു നാണക്കേടായി. ചന്ദ്ര വിളിച്ചിട്ട് പോലും കാണാൻ കൂട്ടാക്കാത്ത ആൾ രേവതി വിളിച്ചപ്പോൾ കാണാൻ കൂട്ടാക്കി. രേവതി അവളോട് സംസാരിച്ചു എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര ഒന്നും അല്ലാത്ത പോലെ ആയി. ശ്രുതിക്കും അങ്ങനെ തോന്നിയിട്ടോ. ശ്രുതിയും കൂടി കയറി പോവാണ്. ചന്ദ്ര അപ്പം ദേഷ്യം കൂടാണ് ചന്ദ്രയ്ക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി ഇവർ വർഷയും ശ്രീകാന്തും വരുന്ന എപ്പിസോഡൊക്കെ വരുന്നുണ്ട്. അവർ തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു റീച്ചൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്